വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലേ? അപ്പോൾ ഇന്നൊരു ചെറിയൊരു എയർപോർട്ട് വ്ലോഗാണ് കേട്ടോ. കുഞ്ഞി നാട്ടിൽ പോവുകയാണെന്ന്. അപ്പോൾ അവനെ നമ്മൾ ആക്കാൻ പോയപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മളൊരു 1 വീക്കും ബിഫോർ എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു റൂമിൽ നിന്ന് 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി. ഇനിയിപ്പോൾ ചേച്ചി റൂമിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എയർപോർട്ടിൽ പോകാൻ. അവൻ്റെ ഫ്ലൈറ്റ് ഒരു 12:30 കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് ചേച്ചി റൂമിലേക്ക് ഒരു 10 മിനിറ്റ്സിൻ്റെ ട്രാവലിങ്ങേ ഉള്ളൂ. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സും കൂടി മതി എയർപോർട്ടിലേക്ക്. അപ്പോൾ അവരിതേ വന്നു, നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം കുഞ്ഞ് വന്നപ്പോൾ അവന് അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവന് വെക്കേഷൻ ടൈം ഓൾമോസ്റ്റ് ഒരു 1.5 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വരാൻ നോക്കിയതായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിലായിരുന്നു അവൻ്റെ പാസ്പോർട്ടിൻ്റെ റിന്യൂവലിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിന്യൂ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ചേച്ചി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനവിടെ പാസ്പോർട്ട് കിട്ടാൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിലെ ഇലക്ഷൻ ടൈമൊക്കെ ആയ കാരണം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിലേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും കുഞ്ഞും കൂടി നാട്ടിൽ നമ്മൾ സ്റ്റേഷനിൽ ഡയറക്റ്റ് പോയിട്ടൊക്കെയാണ് വെരിഫിക്കേഷൻ്റെ ടൈമിലൊക്കെ ഡയറക്റ്റ് അങ്ങോട്ട് പോയിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഇലക്ഷൻ ടൈം ആയ കാരണം അത്യാവശ്യം തന്നെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അവന് ഈ ഒരു 2.5-3 ആഴ്ച മാത്രമാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അവൻ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമല്ലോ. ഈ എയർപോർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കാണുമ്പോഴേ, ഇന്നിപ്പോൾ ആരെങ്കിലും നമ്മൾ വിളിക്കാൻ പോവുകയാണെങ്കിലും കൊണ്ടാക്കാൻ പോകാനാണെങ്കിലും എനിക്ക് ശരത്തേട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് അങ്ങനെ പോകാനൊക്കെ ഇങ്ങനെ തോന്നും. നമ്മളിങ്ങനെ എല്ലാ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ നാട്ടിലേക്ക് പോകണം, ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കത് ശരത്തേട്ടൻ 2 പേർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് അതായത് നമ്മളും പോവുമായിരുന്നെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. നമ്മൾ പോകാൻ ആക്ച്വലി പ്ലാൻ ചെയ്തതായിരുന്നു ഋതുവിൻ്റെ ബർത്ത്ഡേ ടൈമിൽ അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ ഒന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ ടൈമിൽ നമുക്ക് ലീവ് കാര്യങ്ങളൊന്നും ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നു ഒരു 1 വീക്ക് മാത്രമേ ഒരു ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഋതുവിനെ പളനിക്ക് നമുക്ക് മുട്ട പിടിക്കാൻ പോകണം. അത് പിന്നെ വീട്ടിൽ കുറച്ച് ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല. അത് കാരണമാണ് പിന്നെ ആ ഒരു 1 വീക്കിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ പോവാതിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഋതു ഭയങ്കര ഉറക്കമായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ആൾ നല്ല ഉഷാറായിട്ട്. അത് കാരണമാണ് ഈ ഉറക്കത്തിലായ കാരണമാണ് അവൻ്റെ ശരിക്കും നമ്മൾ മുടി പോലും ശരിയാക്കാൻ പറ്റിയിരുന്നില്ല. ഫുള്ള് കരച്ചിലായിരുന്നു. അങ്ങനെ അവിടെ എത്തി ആൾക്കാരേനൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഓക്കെ ആയി. പിന്നെ നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കണതിൻ്റെ ആ സൈഡിൽ കൂടെ ആൾ അങ്ങനെ ഉള്ളിലേക്കൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ശരത്തേട്ടൻ അവിടെ നിന്ന് അവനെ എടുത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. ഋതുവിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഒപ്പം ഓടി കളിക്കാൻ ടൈപ്പായുള്ള കുട്ടികളുണ്ടാവില്ലേ. അത് കാരണമാണ് ബോർഡിംഗ് പാസിൻ്റെ ഇടയിൽ അവിടെ അതിൻ്റെ ക്യൂവിൻ്റെ ഇടയിൽ ഒരു കുട്ടീനെ കണ്ടപ്പോൾ ആൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റിബണിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു എൻഡിങ് വീഡിയോ പ്രോപ്പറായിട്ട് നമ്മൾ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞ് പോകുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ അവനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കാനേ വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ മുന്നേയൊക്കെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ബോർഡിംഗ് പാസ് എടുത്ത് കഴിഞ്ഞാലും ഇപ്പോൾ കുഞ്ഞ് പോണ ആ ഭാഗം വരെ നമ്മൾ അച്ഛനമ്മയും പോകുമ്പോഴേ നമ്മൾ അതുവരെയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യമൊക്കെ അവർ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് അലോ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.